വളരെ കറക്റ്റ് ആയിട്ട് അതിന്റെ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ പുതുതായിട്ട് ഇപ്പോ വെച്ചിട്ടുള്ള സിമന്റ് ഗർഡറുകള്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഗർഡർ വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട്. ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ? NH66 വർക്ക് നടക്കുന്ന മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെയിലുള്ളൊരു സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനൊക്കെ മുഖത്തൊക്കെ ഒരു ഇത് കണ്ടത്. അപ്പൊ നമ്മുടെ കുറ്റിപ്പുറം പള്ളിപ്പടി ഭാഗത്ത് വരെയാണ് ടാറിങ് ഒക്കെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തൂടെ വാഹനങ്ങൾ ഓടുന്നത്. നിങ്ങൾക്കറിയാം, അതാണ് ഈ കാണുന്ന ഭാഗം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ച് അടച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് മണ്ണെടുക്കുന്ന വർക്കുകൾ. ഇവിടെയാണ് കാണാൻ. നമുക്ക് ഇവിടെ വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അടുത്ത് പോവാം. ടാറിങ് ഈ ഭാഗം വരെയാണ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പൊളിച്ചു മാറ്റാനുള്ളതാണ്. ഒരു പഴയ ടാറിങ് ആണ്. ഇവിടെ കാണാൻ നമുക്ക് സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകളൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്ത് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുപോലുള്ള ഡ്രൈനേജിന് ബോക്സുകൾ അടിക്കാനുള്ളതാ, അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. ഇവിടെ സോയിൽ ലൈനിങ്ങിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്ത ഇനിയും ചെയ്യാനുള്ള ഭാഗത്തൊക്കെ ഇവിടെ നെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം സിമെന്റ് സ്പ്രേ ചെയ്യുന്ന വർക്കുകളൊക്കെ തുടങ്ങും. ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ. വളരെ ദൂരത്തിൽ ഇവിടെ കാണാൻ നമുക്ക് മണ്ണ് എടുത്തു പോയ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് ഒക്കെ ചെയ്തൊരു ഭാഗം കാണാം. അതിന്റെ വർക്കിന് ഉപയോഗിക്കുന്ന മെഷീനൊക്കെയാണ് ഇപ്പോൾ എന്തോ റിപ്പയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണെടുത്ത് പോയി ഇവിടെ സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡ്രില്ല് ചെയ്ത ഭാഗത്ത് കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് മണ്ണ് നീക്കി കൊണ്ടുപോകാനുള്ളത്. അതിന്റെ വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതാണ് ഈ സൈഡിലുള്ളത് നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ്. ഈ സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി ചെറിയ ചെറിയ ഫിനിഷിങ് വർക്കുകളൊക്കെ വരാനുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിന് പെയിന്റിങ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ സർവീസ് റോഡിന്റെ ഭാഗത്തുണ്ട്. മുകളിലുള്ള സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ആ ഭാഗത്തുള്ള വാഹനങ്ങൾ അതുവഴി പോകുന്നുണ്ട്. ഇവിടെ റോഡിന്റെ വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. കുറ്റിപ്പുറത്തിന്റെ അപ്ഡേറ്റ് കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്. കുറ്റിപ്പുറം ഭാഗത്ത് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് ചെയ്യാനുള്ള ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആ ഭാഗത്താണ് ഫ്രണ്ട് ഭാഗത്ത് അങ്ങോട്ട് പോവാ. ആ ഭാഗത്ത് കുറച്ച് പാറകളൊക്കെ കൂടുതലുണ്ട്. ആ ഭാഗത്തുള്ള പാറകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ്. കാണാൻ റോഡിന്റെ സെന്ററിൽ ഒരു കമ്പി ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. ഇതിന്റെ ക്രോസ് ചെയ്തിട്ട് റോഡിന്റെ താഴ്വാശത്തു കൂടെ ഇങ്ങനെ ഒരു ഡ്രൈനേജ് കടന്നു പോകുന്നുണ്ട്. അതിന്റെ വർക്കാണ് അത്. ഇവിടെ ഈ മെഷീന് എന്തോ കംപ്ലൈന്റ് ആയിട്ട് അതിന്റെ വർക്ക് നടക്കണേ. അപ്പോ അതിന്റെ വർക്കേഴ്സും മറ്റുള്ള അതിന്റെ എഞ്ചിനീയർമാരൊക്കെ അവിടെ കാണാം. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്താണ് കൂടുതൽ വർക്ക് നടക്കുന്നത്. മണ്ണ് എടുത്തു പോയ ഭാഗങ്ങൾ കാണാം. ഇനി കുറെ ഭാഗത്ത് മണ്ണ് എടുക്കാനുണ്ട്. അപ്പൊ നമ്മള് റോഡിന്റെ സെന്റർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. സെന്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ വലിയ പാറകളാണ്. ഇവിടെ കാണാം പൊട്ടിച്ചെടുത്ത പാറകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതുപോലെ ഇറ്റാച്ചികള്, JCB അതുപോലുള്ള വാഹനങ്ങളിലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാറകള് അവിടെ നിന്നൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് കാണാം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക തരം ഒരു ക്രെയിൻ ഇറ്റാച്ചിയാണ്. KNRCന്റെ തന്നെ വോൾവോ കമ്പനീന്റെ ഒരു വണ്ടിയാണ്. ഈ വണ്ടിയില് മറ്റുള്ള മെഷീനുകളെ അപേക്ഷിച്ച് ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കുഴൽ കിണർ അടിക്കുന്ന ബോറിൽ മെഷീൻ ചെയ്യുന്ന പോലുള്ള ഒരു ഡ്രില്ലിംഗ് ആണ് ഇത് നടക്കുന്നത്. അപ്പൊ കൂടുതൽ ഭാഗങ്ങള് വളരെ വേഗത്തിൽ അടർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ കൂടെയാണ്. മറ്റ് രീതിയിൽ ചെയ്യുന്നതിലും വ്യത്യസ്തമായ രീതിയിൽ വേഗത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചാണ് ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ആ വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ ഭാഗത്തും വലിയ പാറകളുണ്ട്. കണ്ടില്ല? ഈ മെഷീൻ ഉപയോഗിച്ച് പാറകള് അടർത്തിയെടുത്തതിന് ശേഷം
ഈറ്റാച്ചി ഉപയോഗിച്ച് ഇവിടുന്ന് എടുത്തു മാറ്റുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പഴയ ഒരു ഭാഗത്തുള്ള ഡ്രെയിനേജിന്റെ ഭാഗമാണ് അവിടെ കാണുന്നത്. ആ വണ്ടി നിൽക്കുന്ന ഹൈറ്റിലായിരുന്നു പഴയ റോഡ്. ആ ഭാഗത്തു നിന്നുള്ള അത്രയും ഭാഗത്തു നിന്നുള്ള മണ്ണുകളൊക്കെയാണ് ഇനി എടുത്തു മാറ്റാനുള്ളത്. നമ്മൾ നേരത്തെ മുൻവശത്ത് കണ്ട പോലെ അവിടുന്ന് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരാണ്. ഈ ഭാഗത്തൊന്നും അങ്ങനെ സ്ട്രോങ് ആയ പാറകളില്ല. ഒരു മഞ്ഞയും ചുവപ്പും കലർന്ന ഒരു മണ്ണാണ് ഇവിടെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും തോന്നുന്നു. ഇപ്പൊ നമ്മൾ അവിടെ കണ്ട ആ ഒരു ഭാഗമാണ് കുറച്ച് സ്ട്രോങ് ആയ പാറ ഉള്ളത്. ഇതാണ് പഴയ റോഡിൽ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഡ്രെയിനേജ്. അതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുകൾ ഭാഗത്തൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എടുത്ത ഭാഗത്ത് ആണ് ഈ മണ്ണ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗിന്റെ വർക്കുകൾ വരാനുള്ളത്. ഇവിടെ റോഡ് സൈഡ് ഈ സൈഡിലൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗം കാണാൻ നല്ലൊരു രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇതിലേക്ക് ജോയിന്റ് ചെയ്യാനാണ്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി വരാനുണ്ട്. വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് കുറ്റിപ്പുറത്ത് വർക്കുകൾ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ കുറെ ഭാഗത്ത് മണ്ണ് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഉള്ളത്. ഇവിടെ സോയിൽ നെയിലിംഗിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ നമുക്ക് സിമെന്റ് ഒക്കെ സ്പ്രേ ചെയ്ത് സിമെന്റ് ഈ കമ്പിയൊക്കെ അടിച്ച ഭാഗത്തേക്ക് സിമെന്റ് ഒഴിച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ കാണാൻ അങ്ങനെ കറുത്ത പാടുകള്. അപ്പൊ ഇനി അതിന്റെ മുകളിൽ നെറ്റ് ചെയ്ത് അതിന്റെ മുകളിലേക്ക് വീണ്ടും സിമെന്റ് സ്പ്രേ ചെയ്യാണ്. അതിന്റെ വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കറണ്ടിന് വേണ്ടിയിട്ട് വലിയൊരു ജനറേറ്റർ ഒരു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ലോറിയിൽ. അത് മാത്രമാണ് ഈ ലോറിയിൽ ഇരിക്കേണ്ടത്. ഇത് സിമെന്റ് സ്പ്രേ ചെയ്യുന്ന ഈ ലോറിയിലേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ കാണുന്ന ലോറി. ഈ ലോറിയിലാണ് ഇതിന്റെ സിമെന്റ് സ്പ്രേ ചെയ്യുന്നത്. ഇതാണ് ജനറേറ്റർ, വലിയൊരു ജനറേറ്റർ കാണാം. അപ്പോൾ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ കാണാം ഇനി വളരെ കുറച്ച് മാത്രമാണ് മണ്ണ് എടുത്ത് മാറ്റാനുള്ളത്. അവിടെ മുൻവശത്ത് ആ ഭാഗത്താണ് വലിയൊരു പാറ ഉള്ളത്. അത്രയും വലിയ പാറകൾ, സ്ട്രോങ് ആയ പാറകളായിരുന്നു ഇതിന്റെ താഴ്വശത്തും ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി കുറ്റിപ്പുറത്തെ പാലത്തിന്റെ വർക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പാലം താഴ്ത്തി വെക്കാനുള്ള വർക്കുകൾ ഉണ്ടായിരുന്നേ. അതുപോലെ പാലത്തിന്റെ ജോയിന്റിങ്, ആ ഭാഗത്തുള്ള വർക്കുകൾ. ഇപ്പൊ പഴയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാഗത്തായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു വലിയ പാറ ഉണ്ടായിരുന്നേ. ആ പാറയൊക്കെ കട്ട് ചെയ്തിട്ടാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയത്. ആ ഭാഗത്തൊന്ന് നോക്കാം നമുക്ക്. കണ്ടില്ലേ, ഈ ഭാഗത്തു നിന്നൊക്കെ എടുത്തു മാറ്റിയ പാറകളാണ്. ഇവിടെ വലിയ പാറകളായിരുന്നു. ഇതാണ് സർവീസ് റോഡിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള അവിടെ താഴെ ഒരു ഡ്രെയിനേജിന് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് പോലെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച. അപ്പൊ കുറ്റിപ്പുറത്തിന്റെ ഇപ്പോഴുള്ളൊരു അപ്ഡേറ്റ് ഇങ്ങനെയൊക്കെയാണ്. ആ ഭാഗത്ത് കുറെ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇവിടെ നിന്നൊക്കെ എടുത്തു പോകുന്ന മണ്ണ് അങ്ങോട്ട് കൂട്ടി വെച്ചതാണ്. ഇനി ആ ഭാഗത്തൊക്കെയാണ് സോയിൽ നെയിലിംഗിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അതിന്റെ മുകൾ വശത്തൊക്കെ അങ്ങനെയുള്ള വർക്കുകളൊന്നും നടക്കുന്നില്ല. അപ്പൊ വേഗത്തിൽ റോഡ് വർക്ക് കംപ്ലീറ്റ് ആക്കാനാണ് അവർ നോക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന്റെ ശേഷമായിരിക്കും സൈഡിലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇനി മുൻവശത്തേക്ക് ഒന്ന് പോയി നോക്കാം. ബാക്കിയുള്ള വർക്കുകൾ എന്താണെന്ന് നോക്കാം. പഴയ റോഡ് ഉണ്ടായതിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പഴയ റോഡുകളൊക്കെ എടുത്തു മാറ്റി ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മെറ്റൽ മിക്സ് ആണ് ഈ താഴെ കാണേണ്ടതൊക്കെ. കൂടാതെ ഇവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു മണ്ണിങ്ങനെ ചെരിച്ച് നിർത്തിയത് കാണാം. ഇതിന് മുകളിൽ ഇനി കല്ല് പതിക്കുക അങ്ങനെയുള്ള വർക്കുകളൊക്കെ അല്ലെങ്കിൽ നെറ്റ് ചെയ്യുന്ന ഒരു വർക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അങ്ങനെയുള്ള ഒരു ഡിസൈനാണ് വരാനുള്ളതെന്ന് തോന്നുന്നത്. അപ്പൊ ഇവിടെ ക്രാഷ് ബാരിയർ അതുപോലെ കോൺക്രീറ്റ് വാളും കൂടെ ചെയ്യുന്ന ഒരു വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങോട്ട് ഭാഗത്തേക്കൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്ക് കാണാൻ ഇതിലുള്ള കമ്പികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് മിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. സർവീസ് റോഡും ഇതിന്റെ ബാക്കിൽ ഒരേ രീതിയിൽ നടക്കുന്നുണ്ട് വർക്ക്. അവിടെ മണ്ണ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പാറയൊക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നേ. ആ ഭാഗത്തു നിന്നുള്ള ആയിരിക്കാം പാറകളൊക്കെ പൊട്ടിച്ചെടുത്ത് ഇവിടെ തന്നെ കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് മുൻവശത്ത് വരെ സർവീസ് റോഡിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി കാണാം സർവീസ് റോഡിന്റെ ആ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ ഉയർത്തി നിർത്തിയത് ആ വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടിയാണ്.
അത് കഴിഞ്ഞാൽ ഇത് ലെവൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഷട്ടറുകളൊക്കെ എടുത്ത് മാറ്റുന്നുള്ളൂ. പുതിയ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇനി ഇവിടെ കുറഞ്ഞൊരു ഭാഗത്ത് ജോയിന്റിങ് ചെയ്യാനാണുള്ളത്. അപ്പോൾ ഇവിടെ വലിയൊരു പാറ ആയിരുന്നു. ആ പാറയൊക്കെ പൊട്ടിച്ച് ലെവൽ ചെയ്ത് ഇനി ആ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഡ്രൈനേജിന്റെ കൂട്ടി യോജിപ്പിക്കാനുള്ള ഭാഗം. ഇതിനു വേണ്ടിയുള്ള കമ്പികളൊക്കെ അവിടെ സെറ്റാണ്. അവിടെ ഇവർക്ക് ഇതുപോലെ പലക അടിച്ച് ബോക്സ് ഒക്കെ എടുക്കാനുള്ള ഒരു ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഹിറ്റാച്ചി ഇതുപോലെയുള്ള വണ്ടികളൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതാണ് ഇവിടേക്കുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ളത് നോക്കാം. അപ്പം ഞാൻ പാലത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം പാലത്തിൻ്റെ വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാലം എടുത്തു വെച്ച് ROB ഇരുമ്പ് ഗർഡർ പാലം എടുത്തു വെച്ചത് അതിൻ്റെ അതേ ലെവലിലേക്ക് ഇവിടെയുള്ള ഇതുപോലുള്ള പിയർ ക്യാപ്പിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഗർഡർ ലോഞ്ചിങ് നടന്നിട്ടുള്ളത്. അവിടെ കാണാൻ നമുക്ക് സിമെന്റ് ഗർഡറാണ് ഇതിന്റെ മുൻവശത്തൊക്കെ വരുന്നത്. റെയിൽ പാളം വരുന്ന ഭാഗത്ത് മാത്രമാണ് ഇരുമ്പിന്റെ ഗർഡർ ഉപയോഗിച്ചുള്ള ആർച്ച് ROB കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് അതിന്റെ പുതിയതായിട്ട് ഇപ്പോൾ സിമെന്റ് ഗർഡർ ഉപയോഗിച്ചുള്ള ഗർഡറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് കഴിഞ്ഞു, ഇനി അടുത്ത ഭാഗത്തേക്കുള്ള ഗർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്കുകളാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി ഇതുവരെ അതിന്റെ ഗർഡർ വരാനുണ്ട്. പിന്നെ ഈ ഭാഗവും കോൺക്രീറ്റ് ചെയ്ത ഈ രണ്ട് ഭാഗങ്ങളും ജോയിന്റ് ചെയ്യാനുള്ള വർക്കാണ് ഇവിടെ വരാനുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ്. ഈ ഭാഗത്തു നിന്നുള്ള പുതിയൊരു കാഴ്ച ഇവിടെ നമുക്ക് കാണാം. ഇവിടുന്ന് ഉള്ള റോഡ്, ഈ സൈഡിലുള്ള റോഡ് ഇങ്ങോട്ട് ഇങ്ങനെ ടേൺ വരികയാണ്. ഈ ഭാഗത്തേക്ക് പഴയ പാലത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് സ്ട്രൈറ്റ് ആയിട്ട് റോഡ് കൊടുക്കുന്നതായി. പിന്നെ ഒരു സൈഡിൽ വീതി കുറവായിരിക്കും. എല്ലാ ഭാഗത്തും ഇപ്പം ഈ മലപ്പുറത്തിന്റെ കുറെ ഭാഗത്തൊക്കെ ഇങ്ങനെ പാലങ്ങൾ പഴയ പാലം തന്നെ യൂസ് ചെയ്തുകൊണ്ട് അപ്പൊ കുറച്ച് വീതി കുറവുണ്ടാവും. പൊന്നാനി ഭാഗത്ത് അതുപോലെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പഴയ പാലം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഭാവിയിൽ ഒരുപക്ഷെ ഈ പാലങ്ങൾ പൊളിച്ച് വീതി കൂടാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നിന്നുള്ളൊരു മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ ആ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും കുറച്ച് ഭാഗത്തേക്ക് മണ്ണ് ഇങ്ങനെ നികത്തി ക്ലിയർ ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനങ്ങൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവിടെ കുറച്ച് വീതി കുറഞ്ഞ ഭാഗമായതുകൊണ്ട് കുറച്ച് വാഹനങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വന്ന് കൂട്ടമായിട്ട് വരുന്നൊരു ഭാഗമാണ്. ഹൈവേയിൽ കൂടെ വളരെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് സ്റ്റോപ്പ് ആവും. വീതി കുറവായ ഭാഗത്ത് അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഭാഗത്ത് ഇവിടെ കാണാൻ കുറച്ച് പുതിയതായിട്ട് ഇവിടെ കാട് പിടിച്ചൊരു ഭാഗമായിരുന്നു. ഇവിടെയൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ സർവീസ് റോഡിന്റെ ഭാഗം അവിടുന്ന് വർക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭാഗം വരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡ് എവിടം വരെ ഉണ്ടാവും ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടന്നു പോകാൻ പറ്റും തോന്നില്ല. അവിടെ റെയിൽവേ ട്രാക്കാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ താഴ്വശത്തൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ആയിരിക്കാം. അങ്ങനെ ആയിരിക്കാം ചിലപ്പം ചെയ്യാറ്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പാലത്തിന്റെ ആ ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പൊ നമ്മൾ പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ട പോലെ തന്നെ ഇവിടെയും കുറച്ച് ഭാഗത്ത് ഇങ്ങനെ മണ്ണ് ഇറക്കിയിട്ട് കാണാം. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമാണ്. ഇനി സർവീസ് റോഡ് വരിക, അല്ലെങ്കിൽ ഈ പാലം വീതി കൂട്ടാനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു റോഡ് പോലെ കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ പാലം വരാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് പഴയ പാലം. പഴയ പാലത്തിന്റെ വീതി നിങ്ങൾക്കറിയാം. ഇപ്പൊ 3 വരിയായിട്ടുള്ള ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ 2 വരിയായ പാലത്തിലേക്കായിരിക്കും ഇനി വന്ന് കയറുക. അപ്പോൾ ചെറിയൊരു പ്രയാസം തന്നെയാണ്, ബ്ലോക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പാലങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നില്ല അറിയില്ല. മലപ്പുറം ജില്ലേന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ്. കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതിന്റെ തൊട്ടടുത്ത് മറ്റൊരു പാലം കൂടെ നിർമ്മിച്ച് അതിന്റെ 2 ഭാഗങ്ങൾ കൂടി ജോയിന്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ അറപ്പുഴ പാലത്തിന്റെ അടുത്ത്, കോരപ്പുഴ പാലം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ
പൊന്നാനിയിൽ ഇതുപോലെ ഈ ഭാഗത്തൊന്നും അങ്ങനെ കണ്ടില്ല. അതുപോലെ നമ്മുടെ കൂരിയാട് ഒരു പാലം വരുന്നുണ്ട്, പനമ്പുഴ പാലം. ആ ഭാഗത്തൊന്നും, സോറി വേറെന്തോ ഒരു പേരാണ്, അത് തെറ്റിപ്പോയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പാലങ്ങൾ, പുതിയ പാലങ്ങൾ പൊളിച്ച് പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്ന കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അറിയില്ല. മലപ്പുറം ജില്ലയിലെ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് സിമെന്റ് ഗർഡർ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പാലാണ്. ഇവിടെ ഈ പാലത്തിന്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ മുകളിലൊക്കെ കയറി വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ഇവിടെ താഴെയുള്ള മണ്ണൊക്കെ എടുത്തു മാറ്റാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത പഴയ ലെവൽ ചെയ്ത കൊണ്ടുവന്ന് ഇട്ട മണ്ണുകളൊക്കെ ഉണ്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ എടുത്തു മാറ്റാണ്. ഇതാണ് നമ്മുടെ ആർച്ച് ബ്രിഡ്ജ്, ROB. അപ്പോൾ ഇത് വർക്കുകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ 4 ഗർഡറുകൾ വരാനുണ്ട്, സിമെൻറ്റിൻ്റെ ഗർഡറുകൾ വരാനുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഇവിടുത്തെ ഓരോ പ്ലാനിങ്ങും ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതാ കമ്പിയൊക്കെ ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പാലം വർക്ക് അവിടെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, പാലം വളരെ കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് തുടങ്ങിയാൽ. അതിൻ്റെ കമ്പി കെട്ടുന്ന വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഒരു പാലം കറക്റ്റ് പൊസിഷനിൽ വന്നപ്പോൾ വളരെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇത്. അപ്പോൾ ഇത് പഴയ പാലത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു നെറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പിടിച്ചിട്ട് വലിയ കാഴ്ചയൊന്നുമില്ല. ഇതാണ് പാലത്തിൻ്റെ മുകളിൽ ഇപ്പം ചെയ്യുന്ന വർക്ക്. കമ്പിയൊക്കെ കെട്ടുന്നുണ്ട്. ഇതിന് സൈഡിൽ കോൺക്രീറ്റ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഷട്ടറുകളൊക്കെ വെച്ച് കാണാം. പാലത്തിൻ്റെ നല്ല വലിയ ഒരു ഗർഡറാണത്. അപ്പോൾ ഇതാണ് ഇവിടെ പുതുതായിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ള സിമൻറ്റ് ഗർഡറുകൾ. ജോയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പികൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ഡിസൈനിലും പെൻഡിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. 6 ഗർഡറുകളാണ് സിമെൻറ്റിൻ്റെ. ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു ഭാഗത്ത് അവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ 2 എണ്ണമാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്, 2 എണ്ണമാണ് ഇനി വെക്കാനുള്ളത്. അപ്പോൾ ഇതൊരു 3-4 ദിവസം കൊണ്ട് വെക്കുന്നാണ് അറിയാൻ സാധിച്ചത്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് കൂടുതൽ റിസ്ക് എന്നല്ല, ഇത് കുറച്ച് സമയം എടുക്കുന്നവർക്ക് ഇതാണ്, ഈ ജോയിൻറ്റിങ് ആയിരിക്കും. ഈ ജോയിൻറ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിൽ സ്ലാബ് ചെയ്യുന്ന വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കും. നമ്മുടെ കൂരിയാട് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന പോലെ തന്നെ ഇവിടെയും പെട്ടെന്ന് ബാക്കിയുള്ള വർക്കുകളും നടക്കും. പിന്നെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ടോള് കൊടുക്കേണ്ടി വരും. കോഴിക്കോട് ഭാഗത്തൊക്കെ ടോള് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ കണ്ടില്ലേ, വളരെ വെയിറ്റ് കൂടിയ ഒരു സംഭവങ്ങളാണിത്. ഈ ക്രെയിനിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ വലിയ കട്ടകളാണത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത നമ്മൾ ത്രാസിലൊക്കെ വേണ്ടിയിട്ട് കട്ടിയിട്ട് കൊടുക്കൂലേ, അതുപോലെ ഇതിൻ്റെ പുറകിൽ ആ ഭാഗത്തൊക്കെയാണ് ഈ വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഗർഡറുകളെ പൊക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് കാണുന്നത്. അത് എടുത്ത് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗർഡർ വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കട്ടകളൊക്കെ റെഡിയാക്കി വെച്ചാണ് അത് കാണാം. നമുക്ക് ഇവിടെ ക്രെയിന് വരെ റെഡിയാണ്. ഇനി ഇതിൻ്റെ അടുത്തേക്ക് ലോറിയിൽ ഇങ്ങനെ കൊണ്ടുവരും ഗർഡറുകൾ, സിമെൻറ്റ് ഗർഡറുകൾ. അതിൻ്റെ പോയിന്റും പൊസിഷനൊക്കെ അതാ കറക്റ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കണേ. ഈ ക്രെയിന് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്ലാനിങ്ങിലൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഭാഗത്തുള്ള മണ്ണൊക്കെ നീക്കി ലെവൽ ചെയ്ത് ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇനി ഭാഗത്ത് 2 ഭാഗത്ത് ഗർഡറുകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോയിൻറ്റിങ് മാത്രമാണ് വരാനുള്ളത്.
അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. വീണ്ടും കാണാം പുതിയ വീഡിയോയിൽ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.